ലജ്ജ നന്മയല്ലാതെ മനുഷ്യന് കൊണ്ടുവരികയില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിനാ ജമീഅ, ലജ്ജയും ഈമാനും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണുള്ളത്. ഏതെങ്കിലും ഒന്ന് നശിച്ചു പോയാൽ മറ്റേതും തനിയെ സ്ഥലം വിടും എന്നർത്ഥം. അപ്പൊ വളരെ ഗൗരവമായ നിലക്കാണ് ഇസ്ലാം ലജ്ജാശീലം നമ്മളിൽ നിലനിർത്തുവാൻ വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ലജ്ജ രണ്ട് വിധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ലജ്ജയാണ് ഏറ്റവും പ്രധാനം. ഒരു തിന്മ ചെയ്യുമ്പോൾ മനുഷ്യന് മറ്റാരെങ്കിലും കാണുമോ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരാളിൽ വളർന്നു വരികയും നിലനിൽക്കുകയും ചെയ്യേണ്ടുന്ന ഗുണം അള്ളാഹു കാണുന്നുണ്ടല്ലോ, അള്ളാഹു കേൾക്കുന്നുണ്ടല്ലോ, അള്ളാഹു അറിയുന്നുണ്ടല്ലോ, റബ്ബ് നോക്കുന്നുണ്ടല്ലോ എന്ന കൃത്യമായ ദൃഢമായ ബോധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിലുള്ള ലജ്ജ നിങ്ങൾ കൈക്കൊള്ളുവീൻ എന്ന്. റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ലജ്ജാശീലം, അതുകൊണ്ട് ആ റബ്ബാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്നത്, അവൻ അറിയുന്നു, അവൻ നോക്കുന്നു, അവൻ കേൾക്കുന്നു എന്ന് വന്നാൽ എനിക്കൊരു പ്രവൃത്തി ചെയ്യുവാൻ ഒരിക്കലും ആ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് അത് ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ലാത്ത ഒരവസ്ഥ, ഈമാനികമായ ഒരവസ്ഥ നമ്മളിൽ വന്നു ചേരലാണ് ലജ്ജാശീലം ഉൾക്കൊണ്ടവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. റഹ്മാനായ റബ്ബ് കാണുന്നു, ആര് കാണുന്നില്ലെങ്കിലും അള്ള കാണുന്നു, ആര് കേൾക്കുന്നില്ലെങ്കിലും അള്ള കേൾക്കുന്നു, അള്ള അറിയുന്നു. ഈ ബോധം പ്രിയമുള്ളവരെ, ഈ പറയുന്ന എന്നിലും നിങ്ങളിലും എപ്പോഴെല്ലാം നിലനിൽക്കുന്നുവോ ആ സമയത്തൊക്കെയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമ്മെ ആരും നിയന്ത്രിക്കേണ്ടതില്ല. ആ ബോധം നമുക്കുണ്ടാകും. അതാണ് ഈമാനിന്റെ ദൃഢമായ വശം. അള്ളാഹു നമുക്ക് അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ മറ്റൊരു ലജ്ജയുണ്ട്. അത് മനുഷ്യരുടെ കാര്യത്തിലുള്ള ലജ്ജയാണ്. ആളുകൾ കാണുന്നു, ആളുകൾ കേൾക്കുന്നു, ആളുകൾ അറിയുന്നു. അതും മനുഷ്യനിലുള്ള ഒരു ലജ്ജ തന്നെയാണ്. ജനങ്ങൾ കാണുന്നു, ജനങ്ങൾ അറിയുന്നു എന്നുള്ളയിടത്ത് തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും ആദ്യം ഞാൻ പറഞ്ഞ ലജ്ജയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ ജനങ്ങളുടെ കാര്യത്തിൽ ലജ്ജിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചോദിക്കുന്നുണ്ട്. യസ്തഖ്ഫൂന മിനല്ലാഹ് ولا يستخفون من الناس ولا يستخفون من الله وهو معهم. അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നു, അല്ലാഹുവിൽ നിന്ന് മറച്ചു പിടിക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? കാരണം ആ അല്ലാഹു അവരെ സദാ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെയില്ലേ. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി അള്ളാഹുവിന്റെ കാര്യത്തിൽ നമുക്ക് ലജ്ജ വേണം, അതാണ് പ്രധാനം. അതോടൊപ്പം നമ്മൾ ജനങ്ങൾ കാണുമല്ലോ എന്നതിലും നമുക്ക് ലജ്ജയുണ്ട്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം പഠിപ്പിച്ച ഈ കൃത്യമായ ലജ്ജാബോധത്തെയും ലജ്ജാശീലത്തെയും ഇല്ലാതെയാക്കുവാനാണ് ഇവിടെ പൈശാചിക ശക്തികൾ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരിൽ നിന്ന് അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ ലജ്ജ എന്ന് പറയുന്ന സൽഗുണത്തെ ഇല്ലാതെയാക്കിയാലേ ഇവിടെ മനുഷ്യന് തോന്നിവാസം പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ പൈശാചിക ലോകത്തുള്ള നിരന്തര പരിശ്രമങ്ങൾ എന്തിനു വേണ്ടിയാണ്? എന്നിലും നിങ്ങളിലും കുടിക്കൊള്ളുന്ന ലജ്ജാശീലത്തെ പതിയെ പതിയെ ഇല്ലാതെയാക്കണം. അങ്ങനെ മനുഷ്യനിലുള്ള മാനുഷികമായ മൂല്യങ്ങളെ തകർത്തെറിയണം. മൃഗീയമായ സ്വഭാവങ്ങളെക്കാളും അധപ്പതിച്ച സ്വഭാവങ്ങളിലേക്ക് മനുഷ്യ മനസ്സുകളെ വലിച്ചു കൊണ്ടുവരണം. ഇവിടെയാണ് പിശാചിന്റെ ശക്തികൾ വിജയിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള സിനിമാ മേഖലകൾ ഇന്ന് ആ മേഖലയിലാണ് വല്ലാതെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സിനിമകൾ സമുദായത്തിന് നൽകുന്ന മെസ്സേജുകൾ? ഏതൊരു സിനിമകളിലും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് എന്താണ്? ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒന്ന്,
ലഹരി തന്നെയാണ്. കാരണം അതിന് മനുഷ്യൻ പാകപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ തിന്മകളിലേക്കും അവൻ വളരെ പെട്ടെന്ന് വഴങ്ങിക്കൊള്ളുമെന്ന് പിശാചിന് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, സകല നെറികെട്ട നീചമായ പ്രവർത്തനങ്ങളുടെയും മാതാവാണ് മദ്യം, ലഹരി. അപ്പൊ ലഹരി ആ ലോകത്തേക്ക് പുതുതലമുറയെയും പ്രായമുള്ളവരെയും ആരെന്ന് നോക്കാതെ ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ലോകത്തേക്ക് ഒരു തലമുറയെ തള്ളിയിട്ട് കഴിഞ്ഞാൽ അവർ കൃത്യമായി നിർണയിച്ചു വെച്ചിട്ടുള്ള ഏതെല്ലാം വഴിവിട്ട അജണ്ടകളുണ്ടോ അതെല്ലാം ഇവിടെ നടപ്പാക്കുവാൻ അവർക്ക് വളരെ എളുപ്പമാണ്. അങ്ങനെയാണ് സമൂഹത്തിൽ ആ വിധത്തിലുള്ള ഒളി അജണ്ടകളുമായി ഒരു സമൂഹം ഇങ്ങനെ ഊരുചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ സിനിമകളിൽ കാണിക്കുമ്പോൾ പോലും നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് കാണിക്കുന്നത് പരിഹാസ്യമല്ലേ? മദ്യം വിഷമാണ്, അത് ഉപയോഗിക്കരുതെന്ന് എഴുതി കാണിക്കുമ്പോഴാണ് ഇതിങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങളും കാണിക്കുക. എത്രമേൽ പരിഹാസ്യമാണ് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ വഴിവിട്ട ജീവിതത്തിലേക്കാണ് സിനിമകൾ മനുഷ്യനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മനുഷ്യന് അള്ളാഹു നിർണയിച്ചു കൊടുത്തിട്ടുള്ള അവന്റെ വിഹിതമായ ഒരു ജീവിതമുണ്ട്. ആ വിഹിതമായ തന്റെ ലൈംഗികമായ ജീവിതത്തെ അതിൽ നിന്ന് പറിച്ചു മാറ്റി അവിഹിതമായ മേഖലകളിലേക്ക് കൊണ്ടുപോകുവാനാണ് സിനിമകൾ പരിശ്രമിക്കുന്നത്. അവിടെ വ്യഭിചാരത്തിന് പ്രശ്നമില്ല, അവിടെ മറ്റാരെയെങ്കിലും കയറിപ്പിടിക്കൽ പ്രശ്നമല്ല, അവിടെ ആരുടെയെങ്കിലും റൂമിൽ പോയി പാതിരാക്ക് വാതിൽ മുട്ടൽ പ്രശ്നമല്ല, അവിടെ മറ്റൊരാളുമായി ആടിത്തിമർക്കലും നഗ്നമായ മേനികൾ തമ്മിൽ കൂട്ടി ഉരസലും അത് പ്രദർശിപ്പിക്കലും അവിടെ പാപമല്ല. അതൊക്കെ ഇന്നിന്റേതായ കൃത്യമായ ചില നല്ല സംസ്കാരങ്ങളായിട്ടാണ് അവർ സമൂഹത്തിൽ കാണുന്നത്. മാത്രമല്ല, ഇവിടെയുള്ള കൃത്യമായ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും വെളിച്ചത്തിൽ സമൂഹത്തോട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയുന്നവരെ ആ മേഖലയിലുള്ളവർ കണക്കിന് പരിഹസിക്കുകയും ചെയ്യും. ഇസ്ലാം പറഞ്ഞു, വ്യഭിചാരം എന്ന് പറയുന്നത് പെട്ടെന്നൊരു സമയത്തുണ്ടാകുന്നതല്ല, കയറിപ്പിടിക്കൽ എന്ന് പറയുന്നത് പെട്ടെന്നൊരു സമയത്തുണ്ടാകുന്നതല്ല. അതിലേക്ക് വഴിവെക്കുന്ന കുറെ കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ പോലും ഇസ്ലാം കൊട്ടിയടച്ചു. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം വ്യഭിചരിക്കരുതെന്നല്ലല്ലോ, വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന കുറെ ഡോറുകളുണ്ട്. ആ ഡോറുകൾ കടന്ന് അവസാനമാണ് അവൻ വ്യഭിചാരത്തിലേക്ക് എത്തുന്നത്. ഒന്നാമത്തെ ഡോറ് തന്നെ നോട്ടമാണ്. അതുകൊണ്ട് ഇസ്ലാം ഗൗരവത്തോടെ വിശ്വാസികളായ സ്ത്രീകളോടും പുരുഷന്മാരോടും പറഞ്ഞു, നിങ്ങൾ കണ്ണ് താഴ്ത്തണം, വിഹിതമായതേ നിങ്ങൾ നോക്കാവൂ, അവിഹിതത്തിലേക്ക് നോക്കരുത്. അത് ആണിനോടും പറഞ്ഞു, പെണ്ണിനോടും പറഞ്ഞു. ആ കവാടം അവിടെ അടച്ചു. പിന്നെ ഇതിന് സാധ്യതയുള്ള മറ്റൊരു കാര്യം എന്താണ്? ഇങ്ങനെയൊക്കെ കൃത്യമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്നവരോട് പറഞ്ഞു, സ്ത്രീകളോട് പറഞ്ഞു, മുസ്ലിം സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഹിജാബ് അണിയണം. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കാണരുതാത്തത് നിങ്ങൾ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ ശരീരം ഔറത്താണ്, അത് മറ്റൊരാൾ കാണാനുള്ളതല്ല. നിങ്ങളുടെ വിഹിതമായ നിലക്ക് നിങ്ങളുമായി ജീവിതം പങ്കിടുന്ന നിങ്ങളുടെ ഇണയുടെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കാനുള്ളതാണ് നിങ്ങളുടെ സൗന്ദര്യം. നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുന്ന വിധത്തിൽ നിങ്ങൾ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്. ആ വിധത്തിലുള്ള വേഷവിധാനം അരുത്. രണ്ടാമത്തെ കവാടം കൊട്ടിയടച്ചു ഇസ്ലാം. മൂന്നാമത് പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരാണും ഒരു പെണ്ണും ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒരിടത്ത് തനിച്ചാവരുത്. കാരണം അങ്ങനെ ഒരാണും പെണ്ണും ഒറ്റക്കൊരിടത്തായാൽ അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി പറഞ്ഞു, അവിടെ ശൈത്താൻ ഇടപെടും, മൂന്നാമൻ പിശാചായിരിക്കും. അങ്ങനെ തനിച്ചാകുന്നത് ഇസ്ലാം ആ ഡോറും അടച്ചു. പിന്നെ പറഞ്ഞത് എന്താണ്? വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, നിങ്ങൾ ഇടകലരരുത്, അഥവാ കൂടിക്കലർന്നുകൊണ്ടുള്ള ഒരു സംസ്കാരം ഉണ്ടാകരുത്. അനിവാര്യമാകുന്ന ഘട്ടങ്ങളിലല്ലാതെ അങ്ങനെ ഉണ്ടാകരുത്. വേറെ വേറെ ഇരിപ്പിടങ്ങൾ നമ്മൾ ഒരുക്കുന്നു. കല്യാണ വേദികളിൽ നമ്മൾ വേറെ ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നു. ആരാധനാ മേഖലകളിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആണും പെണ്ണും കൂടിയിരിക്കുന്നില്ല? ആണും പെണ്ണും ഒരേ സഫിലല്ലല്ലോ ഇരിക്കുന്നത്. അവർക്ക് പ്രത്യേക സ്ഥലങ്ങൾ, ആണുങ്ങൾക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ, അങ്ങനെ മുസല്ലകൾ എന്തിന് നമ്മൾ ക്രമീകരിച്ചു?
നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണോ? അള്ളാഹുവിന്റെ തീരുമാനമാണത്, മുസ്തഫയുടെ നിർദ്ദേശമാണത്. മനുഷ്യനെ പടച്ച റബ്ബിന് വിചാരവികാരങ്ങൾ അറിയാം. അവർ കൂടിക്കലരുന്നതും ഒരേപോലെ തന്നെ ഒരിടത്ത് തന്നെ ഇരിക്കുന്നതും അതിലുള്ള അപകടങ്ങൾ കൃത്യമായി റബ്ബ് നമുക്ക് നിർണയിച്ചു തന്നു. അതുകൊണ്ട് നോക്കൂ, ആരാധനാ ഇടങ്ങളിൽ പോലും ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം, സ്ത്രീകൾക്ക് പ്രത്യേകം ഉളുവെടുക്കാനുള്ള സ്ഥലങ്ങൾ. എന്തേ ഒരേ ഹൗദിൽ നിന്ന് ഉളുവെടുത്തുകൂടെ? ഒരേ വഴിയിലൂടെ തന്നെ കിടന്ന് ഇടകലർന്നിരുന്നുകൂടെ? എന്തുകൊണ്ടാണ് ഒരു ഇബാദത്തിന്റെ മേഖലയിൽ പോലും അങ്ങനെ കൂടിക്കലരാതിരിക്കാൻ പറഞ്ഞത്? ഇസ്ലാമിന് കൃത്യമായ ഒരു ഉദ്ദേശം അതിലുണ്ട്. ആ നിലക്കുള്ള ഈ കവാടങ്ങളെല്ലാം ഇസ്ലാം കൊട്ടിയടച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ സമൂഹത്തിൽ ആ നിലക്കുള്ള പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാകുവാൻ കാരണമാകരുത്. തനിക്ക് വിഹിതമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നത് പോലും അതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ തലയിൽ ഒരാണി വെച്ച് ചുറ്റിക കൊണ്ട് അടിച്ചിറക്കലാണ്. എനിക്ക് അനുവദിക്കപ്പെടാത്തൊരു പെണ്ണിനെ തൊടുന്നത്, പിന്നെ ഞാൻ എങ്ങനെ ഒരു പെണ്ണിന് ഷൈക്കൻഡ് കൊടുക്കും? ഇന്നലെ നമ്മുടെ വീടുകളിലും കല്യാണ പന്തലുകളിലും അതുപോലെയുള്ള ഇടങ്ങളിലുമൊക്കെ ഇന്ന് അതൊക്കെ ഒരു ഫാഷനായി മാറി. പരസ്പരം കൈ കൊടുക്കുകയാണ്. പേരിന് പറയാം, അതെന്റെ കസിൻ ബ്രദറാണ്, ഇവളെന്റെ കസിൻ സിസ്റ്ററാണ്, ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞ് ആരാണ് ഇസ്ലാമിന്റെ ഭാഷയിലുള്ള മഹറം? ആരാണ് എനിക്ക് അന്യ പെണ്ണ്? ആരാണ് ഒരു സ്ത്രീക്ക് അന്യ പുരുഷൻ? അത് നിർണയിച്ചു തന്നു അല്ലാഹുവിന്റെ ഖുർആൻ. ഇതൊക്കെ പഠിക്കണ്ടേ സഹോദരന്മാരെ? നമ്മുടെ വേദഗ്രന്ഥമല്ലേ വിശുദ്ധ ഖുർആനും അതിന്റെ വ്യാഖ്യാനമായ മുസ്തഫയുടെ സുന്നത്തും? അവിടെ വെച്ച് നമ്മൾ പഠിക്കണ്ടേ ആരൊക്കെ എനിക്ക് അന്യരാണ്, ആരൊക്കെ എനിക്ക് സ്പർശിക്കാം, തൊടാം, കൈ കൊടുക്കാം? അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളില്ലേ? അതൊക്കെ ഇസ്ലാം നിശ്ചയിച്ചു തന്നു. എന്തിന്? ഈ സമൂഹം എപ്പോഴും നല്ല വിശുദ്ധ ജീവിതം നയിക്കണം, കൃത്യമായ നിലക്കുള്ള ജീവിതം നയിക്കണം. അതല്ലാതെ പെണ്ണിനെ ഹിജാബിൽ കെട്ടിപ്പൊലിഞ്ഞ് സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടാനാണെന്ന് പുരപ്പുറത്ത് കയറി കൂവി വിളിച്ചവരാണ് ഇപ്പൊ പറയുന്നത്. കിടന്ന് മോങ്ങാണ്. കമ്മീഷൻ റിപ്പോർട്ട് വന്നു നോക്കുമ്പോ സിനിമാ മേഖലയിലെ ചില ആളുകൾ വല്ലാതെ കിടന്ന് കൂട്ടക്കരച്ചിലാണ്. എന്താ പ്രശ്നം? രാത്രി ഞാൻ ഉറങ്ങുന്ന റൂമിൽ വന്നുകൊണ്ട് ചില നടന്മാർ വാതിൽ മുട്ടി ശല്യപ്പെടുത്തി, എന്നെ കയറി പിടിച്ചു, എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി പീഡിപ്പിച്ചു, എന്റെ കരിയർ അവർ നശിപ്പിച്ചു, മാനം നശിപ്പിച്ചു എന്നൊക്കെ കൂട്ടക്കരച്ചിലാണ്. എന്താ പരിഹാരം? തൊലിപ്പുറമേയുള്ള ചികിത്സയോട് ഇസ്ലാമിന് വലിയ പ്രത്യേകതയും താല്പര്യമൊന്നുമില്ല. ചികിത്സ അടിവേരിന് കൊടുക്കണം. എന്താ പ്രശ്നം? എല്ലാം തുറന്നിട്ട് ആടിത്തിമർത്ത് പെണ്ണിനോട് അവളുടെ മാന്യമായ വേഷം ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളല്ലേ അഭിനയിച്ച് തകർത്തത്? എന്ത്? അത് തീവ്രവാദിയുടെ റോളാണെന്ന്. ഒരു പെണ്ണ് പർദ്ദയിട്ടാൽ അതാ പോകുന്നു തീവ്രവാദി എന്ന് അഭിനയിച്ച് പരിഹസിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ വാതിലിൽ ആര് വന്ന് മുട്ടിയാലെന്ത്, ആര് കയറി പിടിച്ചാലെന്ത്? അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ധാർമ്മികമായി എന്ത് അവകാശമാണുള്ളത്? അവിടെയല്ലേ പടച്ച റബ്ബിന്റെ നിയമങ്ങളുടെ പ്രസക്തി? അതുകൊണ്ടാ പറയുന്നത്, ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്ക് മടങ്ങലല്ലാതെ രക്ഷയില്ല. ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾ ഓരോന്നും നോക്കൂ. സ്ത്രീയുടെ മാനം സംരക്ഷിക്കുകയാണ്. ഇത്രത്തോളം സ്ത്രീ സമൂഹത്തിന് സുരക്ഷിതത്വത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ച ഒരു മതം ഭംഗിവാക്ക് പറയുകയല്ല, ലോകത്ത് തിരിയിട്ട് തെരഞ്ഞാൽ കാണില്ല. എത്ര കൃത്യമായിട്ടാണ് നിയമങ്ങൾ. ആദരിക്കേണ്ട ഭാഗത്തൊക്കെ ആദരവിന്റെ പാഠങ്ങൾ. ഉമ്മ എന്ന നിലയ്ക്ക്, പെങ്ങൾ എന്ന നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്ക്, അതേപോലെ തന്നെ ഏതെല്ലാം റോളുകളിൽ ഒരു സ്ത്രീക്ക് പ്രത്യേകമായി ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരുന്നുവോ അവിടെയെല്ലാം കൃത്യമായ ആദരവിന്റെ പാഠങ്ങൾ പകർന്ന ഇസ്ലാം ഒരു സ്ത്രീയെയും അപമാനിച്ചിട്ടില്ല. മാന്യമായി സ്ത്രീകളോട് പെരുമാറാനാ പറഞ്ഞത്. വളരെ മാന്യമായി നിങ്ങൾ അവരോട് പെരുമാറണം. എത്ര മാന്യമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ. എന്നിട്ട് അതിനെയൊക്കെ കാടടക്കി വെടിവെച്ച് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം സെപ്പറേറ്റ് സ്ത്രീകൾക്ക് ഒരു ഇടമൊരുക്കിയാൽ അപ്പൊ പറയും, കണ്ടില്ലേ തീവ്രവാദികൾ ഒരുമിച്ച് കൂടുന്നിടത്ത് പെണ്ണിന് ആണിന്റെ കൂടെ ഇരിക്കാൻ പറ്റൂല, അവിടെയും തീവ്രവാദ മുദ്രകുത്തി ചാപ്പകുത്തി. കണ്ടില്ലേ അവൾ മൂടിപ്പതച്ച് നടക്കുന്നത് തീവ്രവാദിയാ. അപ്പൊ പെണ്ണുങ്ങൾക്കും പേടിയായി. അവരും എന്തായി? ഇസ്ലാമിന്റെ പർദ്ദയൊക്കെ വലിച്ചു മാറ്റി അവരും തന്നെ ആണുങ്ങളെ വശീകരിക്കുന്ന നിലക്കുള്ള ഡ്രസ്സുകൾ അവരും ധരിക്കാൻ തുടങ്ങി. അങ്ങനെയാണോ നമ്മൾ വേണ്ടത്? അങ്ങനെയാണോ ഒരു മനുഷ്യൻ വേണ്ടത്? ഇവിടെയാണ് അല്ലാഹുവിന്റെ നിയമങ്ങൾ, ദൈവികമായ നിയമങ്ങൾ. അത് റബ്ബിനറിയാം ഇവിടെ എന്തൊക്കെ നിയമങ്ങൾ വേണം. അത് കൃത്യമായി പഠിപ്പിച്ചു. അതിന്റെ ബാലപാഠം തൊട്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം.
ആ നിലക്കുള്ള ഒരു കൃത്യമായ സംസ്കാരം ഒരു സമൂഹത്തിൽ വന്നാലല്ലാതെ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെയൊക്കെ ഏതെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു മുസ്ലിമിന് അവന്റേതായ ഐഡന്റിറ്റി ഉണ്ട്. പരിഹാരങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ പരിഹാരങ്ങൾ താൽക്കാലികമല്ല, നമ്മുടെ പരിഹാരങ്ങൾ ദൈവീകമായ സദാ നിലനിൽക്കുന്ന, മരിച്ചാലും നമുക്ക് നമ്മുടെ ഖബറിൽ പ്രതിഫലം കിട്ടുന്ന, മരണാനന്തരം പരലോക കോടതിയിൽ നമുക്ക് സർവൈശ്വര്യത്തിന്റെ കേദാരമായ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന നിയമങ്ങളാണ്. അത് ബഹുമാനിക്കുക, അത് ആദരിക്കുക. അവിടെ മറ്റൊന്നും ഭയപ്പെടേണ്ടി വരില്ല. ആ ഒരു അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഈ സിനിമാ ലോകത്തിൻ്റെതായ ആ ഒരു ലോകത്തിൽ കുരുങ്ങി വാട്സപ്പുകളിലൂടെ, നമ്മുടെ ഫേസ്ബുക്കുകളിലൂടെ, നമ്മുടെ യൂട്യൂബുകളിലൂടെ നിരന്തരം അത് കണ്ടും രസിച്ചും ആടിത്തിമർക്കലുകളും നഗ്നമായ മേനികളും നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളും അങ്ങനെയുള്ള ശരീരത്തിന്റെ ഉടലും കണ്ട് 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 നമ്മുടെ തലമുറയിലെ ജനങ്ങൾക്ക് പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തും തെറ്റല്ലാതായി മാറിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നിന്റെ ശരികൾ എന്ന് തോന്നുകയാണ്. സിനിമകൾ സമൂഹത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ആശയങ്ങളാണ് ഇന്നിന്റെ ശരികളെന്നും, അതൊന്നും ചെയ്യല്ല ജനങ്ങളെ, അതൊക്കെ മാനുഷിക മൂല്യങ്ങളെ തകർത്തെറിയുന്ന പൈശാചിക വേലകളാണെന്ന് പറയുന്നവർക്ക് തീവ്രവാദത്തിന്റെ ചാപ്പ അവരുടെ മേൽ അടിച്ചു വെച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തുവാൻ നോക്കുന്ന ഒരു കാലത്ത് തിരിച്ചറിയണം സഹോദരങ്ങളെ, നമുക്കുള്ള ഏക സുരക്ഷാ മാർഗം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന. ആ ആദർശത്തെ, ആ ദീനിനെ വിട്ടുകൊണ്ട് മറ്റു സംസ്കാരങ്ങളിലേക്ക് ചേക്കേറിയാൽ നശിക്കും. നാം നശിക്കും, മക്കൾ നശിക്കും, കുടുംബം നശിക്കും, സമുദായം നശിക്കും. കൂട്ട രോദനങ്ങളൊന്നും ഒരു ഫലവും ചെയ്യുകയില്ല. അതുകൊണ്ട് കൃത്യമായ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ പഠിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തുടങ്ങുക. റഹ്മാനായ റബ്ബ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയിലൂടെയുള്ള ഒരു വിശുദ്ധ ജീവിതം നമുക്കെല്ലാം പ്രദാനം ചെയ്ത് നമ്മെ ഏവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ അവൻ പൊറുത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടെല്ലാവരോടും ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് മുത്തഖീങ്ങളിൽ ചേർത്ത് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സംഭവം ഞാൻ എൻ്റെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീനയിൽ ഒരു സഹാബ വനിതയുണ്ടായിരുന്നു. ആ സഹാബ വനിതയുടെ പ്രശ്നം എന്താണ്? അവരിടക്കിടക്ക് ഇങ്ങനെ ബോധം കെട്ട് വീഴും. അങ്ങനെ ഒരു അസുഖമുണ്ടവർ. ഇടയ്ക്കിടെ അപസ്മാരം, എന്തോ ഒരു രോഗം. അവരിടക്കിടക്ക് പലയിടത്തുമായി അങ്ങനെ വീഴും. ചിലപ്പോൾ ജനമധ്യത്തിലാവും, ചിലപ്പോൾ വീട്ടിൽ നിന്നാകും, എവിടുന്നാന്നില്ലല്ലോ. അസുഖമുണ്ടവർ, അവരങ്ങനെ വീഴും. അവർ വല്ലാതെ വിഷമിച്ചു ഇത് കാരണത്താൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ സഹാബ വനിതയെ സംബന്ധിച്ചുള്ള ചരിത്രം പറയുന്നതിന്റെ മുന്നോടിയായി ഇത് നമുക്ക് പറഞ്ഞു തരുന്ന മഹാനായ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയണേ, മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായ ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്ന എന്താണെന്നറിയോ? അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? സ്വർഗക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? മുത്തു മുസ്തഫ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? എന്നിട്ട് പറഞ്ഞു, ഏതാണ് ആ പെണ്ണെന്നറിയോ? ഇതാ ഈ പെണ്ണാണ്. എന്താണ് ആ ഉമ്മ സഹോദരിയുടെ പ്രത്യേകത? എന്താ? അവർക്ക് ഈ അസുഖമുണ്ട്. അപ്പൊ അവരൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിങ്ങനെ വീഴുന്നുണ്ട്, എനിക്ക് രോഗശിഫക്ക് വേണ്ടി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞു, ഇൻ ശിഇതി സബർതി ഫലകിൽ ജന്ന, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗമുണ്ട്.
അപ്പൊ ആ സഹോദരി പറഞ്ഞു, എന്നാ എനിക്ക് സ്വർഗ്ഗാണ് വേണ്ടത്, ഈ അസുഖം മാറണ്ട, എനിക്ക് സ്വർഗ്ഗാണ് വേണ്ടത്, ഞാൻ ക്ഷമിച്ചിരിക്കും. പക്ഷേ ആ സഹോദരി അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. അടുത്തൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരിമാരോടും ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള പ്രധാന പോയിന്റ് അതാണ്. അടുത്ത ആ സഹോദരിയുടെ ആവശ്യം എന്താണ്? എങ്കിൽ നബിയെ, എനിക്ക് അങ്ങയോടൊരു അപേക്ഷ പറയാനുണ്ട്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തിന്? ഞാനിങ്ങനെ വീഴുന്നതല്ല എന്റെ പ്രശ്നം. ഞാനിങ്ങനെ വീഴുമ്പോ ഞാൻ അറിയാതെ എന്റെ ഡ്രസ്സ് മാറുന്നുണ്ട് ശരീരത്തിൽ നിന്ന്, ഞാൻ അറിയാതെ എന്റെ ഔറത്ത് വെളിവാകുന്നു. അതെനിക്ക് സഹിക്കാൻ കഴിയൂല, അതെനിക്ക് സഹിക്കാൻ കഴിയൂല. മറ്റൊരാൾ എന്റെ ഔറത്ത് കാണുകയാണ്, എന്റെ ശരീരത്തിന്റെ സൗന്ദര്യവും നഗ്നതയൊക്കെ കാണുകയാണ്. അതൊന്ന് നീക്കിത്തരാൻ വേണ്ടി അല്ലാഹുവിനോട് അങ്ങൊന്നൊന്ന് ദുആ ചെയ്യണം. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. പിന്നെയും ആ സ്ത്രീ വീഴാറുണ്ടായിരുന്നു. പക്ഷേ പ്രവാചക ദുആയുടെ ഫലം ഒരിക്കലും അവരുടെ വസ്ത്രം ശരീരത്തിൽ നിന്ന് നീങ്ങാറില്ല. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് ഞാൻ ഈ സംഭവം പറയുന്നത്? ആ ഉമ്മ പോയ സ്വർഗത്തിലേക്ക് പോകാനല്ലേ സഹോദര സഹോദരി നമ്മളൊക്കെ ഇങ്ങനെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അറിയാതെ എന്റെ ബോഡിയിൽ നിന്ന് മറ്റൊരാൾ കാണാൻ പറ്റാത്ത എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം കണ്ടുപോകുന്നത് പോലും ഭയപ്പെട്ട ഉമ്മമാണ്. അറിയാതെ ഒരാളെ ശരീരത്തിൽ നിന്ന് വീണിട്ട് കുറച്ച് ഔറത്ത് വെളിവായ അയാൾ വാസ്തവത്തിൽ അയാൾ കുറ്റക്കാരനാണോ? അയാൾ കുറ്റക്കാരിയാണോ? അല്ലല്ലോ. പക്ഷെ അതുപോലും അന്നത്തെ സഹോദരിമാര് പേടിച്ചു. ഞാൻ അറിയാതെ എന്റെ ബോഡിയിൽ നിന്ന് വല്ലതും ആണുങ്ങൾ കാണുമോ? അറിയാതെ പോലും ശരീരത്തിൽ നിന്ന് ഔറത്ത് വെളിവാകുന്നത് ഭയന്ന ഒരു തലമുറയുടെ പിൽക്കാലക്കാരായ ഇന്നത്തെ പെൺകുട്ടികൾ, ഉമ്മമാർ വീട്ടിൽ നിന്ന് മനഃപൂർവ്വം വസ്ത്രം ശരീരം പ്രദർശിപ്പിക്കുന്ന നിലക്ക് ഉടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. കണ്ടോളി, എന്നെ നോക്കിക്കോ, എന്റെ സൗന്ദര്യം കണ്ടോളൂ, എന്റെ മാറ് കണ്ടോളൂ, എന്റെ ശരീരം കണ്ടോളൂ, നിതംബം കണ്ടോളൂ, എന്ത് വേണമെങ്കിൽ കണ്ടോളൂ എന്ന നിലക്ക് തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മനഃപൂർവ്വം വീടിന്റെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുപാട് നേരം ഇത് മറ്റുള്ളവർ നോക്കുമ്പോ ഭംഗി വേണം എന്ന നിലക്ക് വളരെ ഭംഗി കൂട്ടി മേക്കപ്പ് ചെയ്ത് സമയമെടുത്തവർ പുറത്തേക്ക് ഇറങ്ങുന്നു. മനഃപൂർവ്വം എന്റെ ഔറത്ത് മറ്റുള്ളവരെ കണ്ട് ആസ്വദിക്കട്ടെ എന്ന നിയത്തോടെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്ന പെണ്ണിന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ പേര്? ചിന്തിക്കണം, ഉമ്മമാര് ചിന്തിക്കണം. നമ്മുടെ മക്കൾ ഒരിക്കലും അങ്ങനെ ഇറങ്ങരുത്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വേഷത്തിൽ എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോൾ അങ്ങനെ ഇറങ്ങരുത്, എന്റെ പെങ്ങൾ അങ്ങനെ ഇറങ്ങരുത്, എന്റെ ഭാര്യ അങ്ങനെ ഇറങ്ങരുത്, എന്റെ ഉമ്മ അങ്ങനെ ഇറങ്ങരുത്, എന്റെ ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ ഇറങ്ങരുത്. അതിനെന്ത് വേണം? തന്റെ ഇടത്തോടെ റഹ്മാനായ റബ്ബിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഉമ്മ, പെങ്ങളെ, മോളെ, ഇത് നമുക്ക് ചേർന്നതല്ല, ഇത് അല്ലാഹ് പൊരുത്തപ്പെടുന്നതല്ല. ബോധം കെട്ടി വീഴുമ്പോ പോലും തന്റെ ശരീരത്തിൽ നിന്ന് ഔറത്ത് വെളിവാകുന്നത് പേടിച്ച മഹതികളായ ഉമ്മമാര് പോയ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മളൊക്കെ അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നത്. അത്രമേൽ ഭയപ്പെട്ട ആളുകൾ, അവരുടെ പിൻഗാമികളല്ലേ നമ്മൾ? അവരല്ലേ മോളെ നമ്മുടെ മാതൃക? അവരല്ലേ ഉമ്മ നമ്മുടെ മാതൃക? അവരല്ലേ പെങ്ങളെ നമ്മുടെ മാതൃക? അവരല്ലേ നമ്മുടെ റോൾ മോഡൽ? അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരിക്കലും അങ്ങനെ ഒരു കുട്ടി ഇറങ്ങരുത്, അങ്ങനെ ഒരു പെങ്ങൾ ഇറങ്ങരുത്, അങ്ങനെ ഒരു സ്ത്രീ ഇറങ്ങരുത്. നമ്മൾ വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. പലരും ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് നമ്മളോട് വസ്ത്രം ആവശ്യപ്പെടും. ആ വസ്ത്രം ആവശ്യപ്പെട്ടാലും നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങൾ അധ്വാനിച്ച പണം കൊണ്ട് നിങ്ങൾ ആ വസ്ത്രം വാങ്ങിക്കൊടുക്കരുത്. കാരണം ആ വസ്ത്രം വാങ്ങിക്കൊടുത്തതിന്റെ കണക്ക് ഈ മക്കൾ നാളെ പരലോകത്ത് നിങ്ങളെ ചൂണ്ടി പറയും, ഇവരാണ് എന്നെ നശിപ്പിച്ചത്, എന്നെ തിരുത്തേണ്ടത് തിരുത്തിയിട്ടില്ല ഇവര്. ആ പാപഭാരം കൂടി നമ്മൾ ഏൽക്കേണ്ടി വരും. മക്കൾക്കോ അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചവർക്കോ ഒട്ടും കുറയുകയുമില്ല. ഇത് നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. നമ്മൾ നന്നാവണം. നമ്മുടെ വീടകങ്ങളിൽ നിന്ന് മാറട്ടെ. നമ്മുടെ സംസ്കാരങ്ങളിൽ നമുക്കൊരു ഇസ്സത്തില്ലേ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ.
ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവൻ. വരൂ, ഇതാണ് ഇസ്ലാം, ഇത് അംഗീകരിക്കൂ എന്ന് ജനങ്ങളോട് പറയുന്നവനാണ് ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ. തീർന്നില്ല, അത് പറഞ്ഞാ പോരാ. ഞാൻ മുസ്ലിമാന്ന് ഞാൻ പറഞ്ഞാ പോരാ. വഅമില സാലിഹ, അതേപോലെ ജീവിക്കണം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിം മെമ്പറാണെന്നുള്ളതിൽ എനിക്ക് വലിയ എന്ത് വേണം? അഭിമാനം വേണം. ഞാൻ മുസൽമാനാണ്, ഞാൻ മുസ്ലിമാണ്. എവിടെയും എന്റെ ഐഡന്റിറ്റി എനിക്ക് പ്രധാനമാണ്. എന്നാൽ ഞാനൊരു മുസ്ലിമാണെന്ന നിലയ്ക്ക് എന്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും കൾച്ചറുകളെയും അംഗീകരിക്കാത്തവരോട് ഞാൻ ഒരിക്കലും കായികമായി നേരിടില്ല. അവർക്ക് അവരുടെ ഇഷ്ടം, പക്ഷെ എന്റെ ഐഡന്റിറ്റി എനിക്ക് പ്രധാനമാണ്. മറ്റുള്ളവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, ഞാനതിനെ മാനിക്കുന്നു. കാരണം ഈ ലോക നിയമം അങ്ങനെയാണെന്നുള്ളത് കൊണ്ട് മാനിക്കുന്നു. പക്ഷേ എന്റെ റബ്ബിന്റെ നിയമങ്ങൾ അത് ഞാൻ ഒരിക്കലും കൈവെടിയുകയില്ല ഒരാൾക്ക് വേണ്ടിയും എന്ന ബോധം നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള ഒരു ചിന്ത നമുക്കും നമ്മുടെ മക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലരും ആസ്പത്രികളിൽ രോഗികളായി കിടപ്പുണ്ട്. അതുപോലെ തന്നെ പല കുഞ്ഞുമക്കൾക്കും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടി. ബന്ധപ്പെട്ട ആളുകൾ വളരെ മാനസികമായി തളർന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. റഹ്മാനായ റബ്ബ് ആ കുഞ്ഞുമക്കൾക്ക് ശിഫ നൽകട്ടെ, അവരുടെ രക്ഷിതാക്കൾക്ക് സഹനം നൽകട്ടെ. പലരും മരണപ്പെട്ടു പോയി. അടുത്ത ദിവസങ്ങളിൽ അല്ലാഹു അവരുടെയൊക്കെ ഖബറുകൾ സന്തോഷത്തിലാക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മറ്റു ബന്ധപ്പെട്ട എല്ലാവരുടെയും ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു കത്തിയാളുന്ന ജഹന്നമിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.